ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ തുടയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം പോയിട്ട് കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാ വിളക്ക് വയ്ക്കുകയാണ്. അപ്പോൾ തലേ ദിവസത്തെ ചന്ദനത്തിരിയുടെ പൊടി ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇതാ വിളക്കൊക്കെ കൊളുത്തി, പിന്നെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ നേരെ അടുക്കളയിലേക്കാണ് പോണത്. മക്കൾക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ രാത്രി എല്ലായിടും വൃത്തിയാക്കി ഇടുകൊണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ. അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആകും. പിന്നെ വേഗം വിറകെടുത്തു. വികതേൻ്റെ അടിയിൽ ഞാൻ റബ്ബറിൻ്റെ ചുള്ളി വിറക് ഉണ്ടാവില്ല, അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേഗം നമുക്ക് കത്തി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളം പിന്നെ എടുത്തൊഴിക്കുന്നത്, നമ്മുടെ ഫിൽറ്റർ ചെറുതായിട്ടൊന്ന് പണി തന്നിട്ടുണ്ട്. വെള്ളം വരൽ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രി പിടിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ വേഗം ചൂടായി കിട്ടും വെള്ളം. അപ്പോൾ ഞാൻ അരിയും കൂടി കഴുകിയിട്ടിടും. പിന്നെ അവിടുത്തെ ഏകദേശം പണി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തേക്ക് വന്ന് ഇവിടെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായ ഇട്ട് വെക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ചായപ്പൊടി പഞ്ചസാരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കടലക്കറിയാണ് വെക്കുന്നത്. ഞാൻ എപ്പോഴും കടലക്കറി ഇങ്ങനെ ഇട്ട് വെക്കാറുള്ളത്. കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കും. അപ്പം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ കടല ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക. പിന്നെ അതിലേക്ക് തേങ്ങ അരച്ച് പാരുകയാണ് ചെയ്യുക. പിന്നെ വേഗം ചന്ദനവും കുങ്കുമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇതാ ഉപ്പേരിക്കുള്ളത് നുറുക്കുകയാണ്. കേബേജാണ് കേട്ടോ ഉപ്പേരി വയ്ക്കുന്നത്. കേബേജ് ഉപ്പേരി വയ്ക്കുമ്പോൾ ഞാൻ കേബേജും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി വയ്ക്കുക. അങ്ങനെ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വേഗം പുട്ടിനുള്ളത് കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ട് ഉതിർപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് പൊടി ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ഗോതമ്പിൻ്റെ പുട്ടുപൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് അത് ഭയങ്കര ഇഷ്ടം. അവൾക്ക് അറിയില്ലെങ്കിലും അത് കഴിക്കും. അപ്പോൾ അവൾ പോരാകുമ്പോഴേക്കും അത് വേഗം ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ വേഗം ആവി കയറിയിട്ട് വേവും ചെയ്യുമല്ലോ. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഇതാ മോന് അതൊന്നും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കുറ്റിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മട്ടരിയുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, അതും കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവ് കുഴച്ച് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴേക്കും ഇതാ മോളൊക്കെ രണ്ടാളും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഞാൻ കറിയൊന്നും എടുത്തില്ല, ചായ കൂട്ടിയിട്ടാണ് കഴിച്ചത്. കഴിക്കൽ കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് നേരം ഇവിടെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നാണ്. നല്ല മഴയായിരുന്നു രാവിലെ. കുട്ടികളാണ് പോയപ്പോൾ തുടങ്ങിയ മഴയാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ പുറത്തിരുന്നു. പിന്നെ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ നമ്മൾ അകത്തളത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ അടുക്കളയിൽ വന്നു. അപ്പോൾ അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ പണിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. പിന്നെ കുറച്ച് ചോറും കൂടി നമുക്ക് കോരിയിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ കോരിയിട്ടു. പിന്നെ ഇതാ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ വാഷ് ബേസിക്ക് വെച്ച് അടുപ്പും മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി. ഇനി കറിയും കൂടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇതാ പാത്രം കഴുകാൻ വേണ്ടി നിന്നു. വേഗം പാത്രം കഴുകിയിട്ട് കയ്യോടെ അത് എടുത്തു വയ്ക്കും കൂടി ചെയ്തു കേട്ടോ. നമ്മൾ ഈ നേരം വരെയൊക്കെ പാത്രങ്ങൾ ഇട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും പെട്ടെന്ന് വന്ന് കയറുമ്പോൾ അങ്ങനെ ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ വേഗം പാത്രം കഴുകിയൊക്കെയാണ് ചെയ്തത്. പിന്നെ എല്ലായിടും ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം പോയിട്ട് പാട്ടൊക്കെ വെച്ചു. എല്ലാവരും പോയി കഴിഞ്ഞാൽ എപ്പോഴും ഞാനിങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പണിയെടുക്കുക. അത് അവിടെ അങ്ങനെ പാടിയും കൊണ്ടിരിക്കും. പിന്നെ റൂമുകളും ഹാളും അടുക്കള എല്ലായിടും തുടയ്ക്കൽ കഴിഞ്ഞു. തുടയ്ക്കലും കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിട്ടോ. ഇനി കുറച്ച് നേരം ഞാൻ TV കണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കറിയും കൂടി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഉച്ച വരെയുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ളൂ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.